നമുക്കിന്ന് ഒരു അടിപൊളി മാംഗോ ഫലൂദ ഉണ്ടാക്കാം. നാട്ടിലൊക്കെ ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആണല്ലോ, അപ്പോൾ ഇഷ്ടം പോലെ മാമ്പഴം കിട്ടാനുണ്ടാവും. നമുക്ക് നല്ല പഴുത്ത മാങ്ങ വെച്ച് എങ്ങനെ ഫലൂദ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1.5 കപ്പ് മാംഗോ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഒരു മാങ്ങ കട്ട് ചെയ്ത് അതിൽ അല്പം മാത്രം വെള്ളം ഒഴിച്ച് നല്ല കട്ടിയിലാണ് അടിച്ചെടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. വെള്ളത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് ചേർത്തിട്ടും ഇത് ജ്യൂസ് ഉണ്ടാക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ജ്യൂസ് ഉണ്ടാക്കിയതിന് ശേഷം ഞാനിത് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ സബ്ജ സീഡ്സ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇതും ഞാൻ കുതിർത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത സബ്ജ സീഡ്സ് ആണ്. ഇത് 3 ടേബിൾ സ്പൂൺ ഈ മാംഗോ ജ്യൂസിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല ചൂട് സമയത്തൊക്കെ ഈ സബ്ജ സീഡ്സ് നമ്മുടെ ശരീരത്തിന് നല്ല കുളിർമ നൽകും. വളരെ നല്ലതാണ് ചൂട് സമയത്തൊക്കെ ഇത് കഴിക്കുകയാണെങ്കിൽ. ഇത് 3 ടേബിൾ സ്പൂൺ ഈ മാംഗോ ജ്യൂസിൽ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഫലൂദ സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ്സിലേക്ക് നമുക്ക് ആദ്യം തന്നെ 2 ടീസ്പൂൺ റോസ് സിറപ്പ് ഒഴിക്കാം. ഇനി ഇതിലേക്ക് ഫലൂദ സേവ് ഇട്ട് കൊടുക്കാം. ഞാൻ ഫലൂദ സേവ് ഉണ്ടാക്കുന്ന വീഡിയോ 2 ദിവസം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അത് നോക്കിയിട്ട് ഉണ്ടാക്കണം. ഒരു 3 ടീസ്പൂണോളം ഫലൂദ സേവ് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് 2-3 സ്പൂൺ tutti frutti ചേർത്ത് കൊടുക്കാം, അതായത് ഡ്രൈഡ് പപ്പായ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കാഷ്യൂനട്ട്, പിസ്ത, ബദാം, പിന്നെ അല്പം ഉണക്കമുന്തിരി, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇത് 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർക്കാം. അല്പം മാംഗോ ക്യൂബ്സും കൂടി ഇതിലേക്ക് ചേർക്കാം. നല്ല പഴുത്ത മാങ്ങ കട്ട് ചെയ്ത് വെച്ചതാണ്. ഇനി നമ്മൾ നേരത്തെ സബ്ജ സീഡ്സ് മിക്സ് ചെയ്ത് വെച്ച മാംഗോ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിറയെ ഒഴിക്കരുത്, നമുക്കിതിൻ്റെ മുകളിൽ ഐസ്ക്രീമും കൂടി വെക്കേണ്ടതാണ്. ഇനി ഇതിൻ്റെ മുകളിൽ 3 ചെറിയ സ്കൂപ്പ് വാനില ഐസ്ക്രീം വെച്ച് കൊടുക്കാം. ഒന്ന് 2 പീസ് മാംഗോ ക്യൂബ്സ് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയും കൂടി മുകളിൽ വെക്കാം. അല്പം സബ്ജ സീഡ്സ് മുകളിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി മാംഗോ ഫലൂദ റെഡിയായി കഴിഞ്ഞു. ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയ അടിപൊളി ഫ്രൂട്ടാണ് മാങ്ങ. പിന്നെ അതുപോലെ സബ്ജ സീഡ്സും വളരെ നല്ലതാണ്, ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടും അത് കഴിച്ചു കഴിഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ കൂടെ ഐസ്ക്രീമിൻ്റെ തണുപ്പും കൂടി ആകുമ്പോൾ പറയാനില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ റെസിപ്പി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക. താങ്ക്